the beat is better every day. Says some time I know it's been before. Close to curtains, what you waiting for? And they'll be keeping. Hello everyone, welcome back to my channel The We Journey. I'm We. Join me as I document my journey of life. So ഇന്നത്തെ വീഡിയോ is going to be another weekend vlog. ഞാൻ വീക്കെൻഡ് ക്ലബ് ചെയ്തിട്ട് ഒരൊറ്റ വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ വ്ളോഗിൽ ഈ വീക്കെൻഡിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു കുട്ടി വ്ളോഗായിരിക്കും ഇത്. സോ സാറ്റർഡേയിലെയും സൺഡേയിലെയും കുറച്ച് ക്ലിപ്സ് ഞാൻ ഒന്നിച്ച് വെച്ചിട്ടായിരിക്കും ഈ വ്ളോഗ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് യു വിൽ എൻജോയ് ദിസ് വീഡിയോ. സാറ്റർഡേ ഈവനിങ് ഫസ്റ്റ് തിങ് ഞങ്ങൾക്കുണ്ടായിരുന്നത് ഒരു മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇതൊരു ഫോർമൽ ഇവൻ്റ് ആയിരുന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് ഗ്ലോബൽ വില്ലേജിലേക്കാണ്. ഗ്ലോബൽ വില്ലേജിൽ ഞങ്ങൾ എത്തിയപ്പോൾ രാത്രി 10 മണിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ വീക്കെൻഡ് ആയതുകൊണ്ട് വെളുപ്പിനെ 2 മണി വരെയൊക്കെ ഈ ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആയിരുന്നു. ടിക്കറ്റ് റേറ്റ്സ് ജനറലി ഒരു അഡൽട്ടിന് 30 AED ആണ് വരുന്നത്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഓൾറെഡി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ വന്നത്. ഈ ഗ്ലോബൽ വില്ലേജ് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. ബിക്കോസ് എൻ്റെ അച്ഛൻ ഇവിടെ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വെക്കേഷൻ ടൈമിലൊക്കെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നൊരു സ്ഥലവും കൂടിയാണ് ഗ്ലോബൽ വില്ലേജ്. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഗ്ലോബൽ വില്ലേജിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. ഇറ്റ്സ് ബേസിക്കലി a super fun seasonal spot in Dubai where you get to experience different countries in one place. അവിടുത്തെ ഫുഡ്, കൾച്ചർ, ഷോപ്പിംഗ് എല്ലാം തന്നെ നമുക്ക് ഗ്ലോബൽ വില്ലേജിൽ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് എ വേൾഡ് ടൂർ വിത്തൗട്ട് ലീവിങ് ദ സിറ്റി. ഞങ്ങളിവിടെ യൂഷ്വലി വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുകയാണ്. പല സ്റ്റോളുകളിൽ കയറി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണ് യൂഷ്വലി ചെയ്യാറ്. ഇന്നിപ്പോൾ നമ്മളൊരു ബുഫേ കഴിഞ്ഞ് വന്നുകൊണ്ട് അതിനുള്ള വയറില്ല. ഇനി ഒരു ഫൺ ഫാക്റ്റും കൂടെ പറഞ്ഞുതരാം. ഇതിനകത്ത് മോർ ദാൻ 25 കൺട്രി പവലിയൻസ് ആണുള്ളത്. സോ നമുക്ക് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാം, ഷോപ്പ് ചെയ്യാം, ഡെക്കോർ ഐറ്റംസും ക്ലോത്ത്സും ജ്വല്ലറിയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ കൾച്ചറൽ ഷോസും ഡാൻസ് ഷോസും ഈവൻ സെലിബ്രിറ്റി മീറ്റപ്സ് വരെ ഈ ഗ്ലോബൽ വില്ലേജിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ടുള്ള ആനന്ദേട്ടനും ഗായത്രിയും ഈശക്കുട്ടിയും വിഹാൻകുട്ടിനെയും നമ്മൾ കണ്ടുപിടിച്ചു ഈ ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന്. പിന്നെ അവരുടെ കൂടെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലേസും കൂടിയാണ് കേട്ടോ ഈ ഗ്ലോബൽ വില്ലേജ്. ഒരുപാട് ഓടിക്കളിക്കാനാണെങ്കിലും ഗെയിംസ് കളിക്കാനാണെങ്കിലും ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഗെയിംസ് ഒക്കെ കളിച്ച് പുറത്തേക്ക് നടന്നു. ഇനി കുറച്ച് പവലിയൻസിലെ കാഴ്ചകൾ കാണാം. അങ്ങനെ ഞങ്ങൾ ആഫ്രിക്കൻ പവലിയനും ഇറാൻ പവലിയനും ഒക്കെ കണ്ടതിന് ശേഷം നേരെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അങ്ങോട്ടാണ് പോയത്.
ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഫുള്ളും തായ് സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ. അവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് മാംഗോ സ്റ്റിക്കി റൈസ് ആണ്. ഒരുപാട് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു സ്റ്റോളിൽ നിന്ന് മാംഗോ സ്റ്റിക്കി റൈസ് മേടിച്ചു. കാര്യമായിട്ടുള്ള പ്രസന്റേഷൻ ഒന്നും ഇല്ലായിരുന്നെങ്കിലും ടേസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അടുത്തുള്ള സ്റ്റോളിൽ നിന്നൊരു വാട്ടർമെലൺ ജ്യൂസും കൂടെ മേടിച്ചു. പക്ഷെ കുടിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് അതിനുള്ളിൽ ഒരുപാട് സീഡ്സ് ഉണ്ടായിരുന്നു. അതുപോലെ ടേസ്റ്റും അത്ര രസമൊന്നുണ്ടായിരുന്നില്ല. വിഹാൻ ഒരു മാഷ്മെല്ലോയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. വാട്ടർമെലൺ ജ്യൂസ് പണി പാളിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നൈസായിട്ട് എൻ്റെ ജ്യൂസ് കൊടുത്തിട്ട് അപ്പുറത്തെ ആളുടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസാണ് പിന്നെ കുടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ഈ ചേട്ടൻ അവിടെ നിന്ന് പാട്ട് പാടുന്നത് കണ്ടത്. അങ്ങനെ ഒരു ഫൺ നൈറ്റ് കെയിം ടു എൻ എൻഡ്. സീ യു നെക്സ്റ്റ് ഡേ. സൺഡേ ഉച്ചയായപ്പോഴത്തേനും പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് ഈ ഒരു റോഡ് ട്രിപ്പ്. ചുമ്മാ ഒരു ഡ്രൈവിന് പോയാലോ എന്ന് എൻ്റെ കസിനായ ദിവ്യ ചേച്ചിയും അനിലേട്ടനും ചോദിച്ചു. പിന്നെന്താ പോയി കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം ഞങ്ങൾ പോകുന്നത് ദിവ്യ ചേച്ചിയുടെ അനിലേട്ടൻ്റെയും കൂടെ ഒരു അൺപ്ലാൻഡ് റോഡ് ട്രിപ്പിനാണ്. പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഒരു ചായയൊക്കെ കുടിച്ച് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ഒക്കെ കണ്ടുപിടിച്ച് 1-2 ഫോട്ടോയൊക്കെ എടുത്ത് അതിലുപരി ഒരുപാട് വർത്താനം പറയാനാണ് ഞങ്ങൾ ഈ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് എത്തിയത് റാസൽ കൈമയിലെ ഷൗക്ക ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലൊക്കേഷനിലാണ്. പോകുന്ന വഴി ഡാമിൻ്റെ ഒരു ബോർഡ് കണ്ടിട്ടാണ് ഈ വഴിയിലേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു ഡാം ഉള്ളത് കുറച്ചും കൂടെ മാറിയിട്ടുള്ളൊരു ലൊക്കേഷനിലാണ്. ബിക്കോസ് ഗൂഗിളിൽ നോക്കുമ്പോൾ ഷൗക്ക പാർക്ക് എന്ന് പറഞ്ഞ് ഒരു ലൊക്കേഷൻ കാണുന്നുണ്ട്. ഞങ്ങൾ സ്പെസിഫിക് ആയിട്ടൊരു ലൊക്കേഷൻ ഇല്ലാതെ വന്നതുകൊണ്ട് ഈ സ്ഥലവും ഞങ്ങൾക്ക് ഭയങ്കര ഒരു പീസ്ഫുൾ കാമായിട്ടുള്ളൊരു ലൊക്കേഷനായിട്ടാണ് ഫീൽ ചെയ്തത്. അവിടെ നിന്ന് ഗോൾഡൻ ആരൊക്കെ ആസ്വദിച്ചു. 1-2 ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ അവിടെ നിന്നപ്പോൾ 1-2 വണ്ടികൾ തൊട്ടടുത്തുള്ള റോഡിൽ കൂടെ പോകുന്ന കണ്ടു. എന്നാൽ പിന്നെ ആ വഴി പോയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പോയി ഞങ്ങളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചു. താങ്ക്ഫുള്ളി ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ഞങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടി. അങ്ങനെ ഒരു അടിപൊളി സൺസെറ്റൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ കുറച്ച് മുന്നോട്ട് ഓടിച്ചപ്പോഴത്തേനും ഈ ഒരു ക്യൂട്ട് കഫേ കണ്ടു. എല്ലാവർക്കും നല്ല ദാഹവും വിശപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും ഓരോരോ ഡ്രിങ്ക് വെച്ച് ഓർഡർ ചെയ്തു. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം അവിടുന്ന് നേരെ പോയത് കൽബയിലെ ഹാങ്ങിങ് ഗാർഡൻസ് കാണാനായിട്ടായിരുന്നു.
രാത്രി ആയതുകൊണ്ട് ഒരുപാട് വിഷ്വൽസ് ഒന്നും എടുക്കാനായിട്ടുണ്ടായിരുന്നില്ല. ഇത് പകൽ വന്ന് കാണേണ്ട ഒരു ലൊക്കേഷനാണ് കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴി ആയതുകൊണ്ടാണ് ഇവിടെ കൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്കാണ് ഈ വളരെ എസ്തെറ്റിക് ആയിട്ടുള്ള ഈ സ്ട്രീറ്റ് കണ്ടത്. വി ഹാവ് ടു സ്റ്റോപ്പ് ആൻഡ് ടേക്ക് എ ക്ലോസർ ലുക്ക്. അങ്ങനെ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡിന്നറൊക്കെ കഴിച്ചു. ഒരു ചിക്കൻ മച്ബൂസും ഗ്രിൽ ചിക്കനും പിന്നെ പൊറോട്ടയും കുറച്ച് ബട്ടർ ചിക്കനും അങ്ങനെ കുറേ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിതെല്ലാം തീർക്കാനും പറ്റിയില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. ഈ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അൺപ്ലാൻഡ് റോഡ് ട്രിപ്പ് എന്തായാലും ഒരുപാട് അടിപൊളി മെമ്മറീസാണ് ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.